ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഹെയർ മാസ്കാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മാസ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അലോവേര, മിൽക്ക് ആൻഡ് എഗ് വൈറ്റ്. ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ മിൽക്കും അലോവേരയും കൂടി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എഗ് വൈറ്റിലേക്ക് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അലോവേര എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ അലോവേര തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൽ വരുന്ന ആ ഒരു ജെല്ലുണ്ടല്ലോ, അതെടുക്കുന്നതായിട്ടും കുറച്ചും കൂടി നല്ലത് ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. വീക്ക്ലി ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 2 ഡേയ്സ് ഒക്കെ ചെയ്താൽ മതി. അടിപൊളിയാണ്. ഞാൻ പണ്ടത് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു ഞാൻ എന്തൊക്കെ പറയണേ, പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പാക്കി. മടി കാരണം സ്റ്റോപ്പാക്കി. ഇപ്പം എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ മെട്ടച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതിനായിട്ട് മുന്നേ നമ്മൾ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ സാധാ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ആക്കുന്നത്. അതാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് പറ്റിയെടുക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുക കേട്ടോ. നമുക്കറിയാലോ, കൂടുതലായിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കണ്ട. അങ്ങനെ എന്നിട്ട് നമ്മൾ ആ ഒരു മാസ്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്മെല്ല് ഉണ്ടാവുള്ളൂ, നമ്മൾ എഗ്ഗൊക്കെ യൂസ് ചെയ്തതല്ലേ, അപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.